സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തതാണ്. ഏത് കാര്യത്തെപ്പറ്റിയാണ്? വേടനെതിരെ ഷിനി മധുസൂദനൻ എന്ന് പറയുന്ന ഒരു ശൂർപ്പണഖ, അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ രൂപവും വെച്ചുകൊണ്ട് ഒരു വൃത്തികേട് മാത്രം വാ തുറന്നാൽ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യം. അവരെ സ്ത്രീ എന്ന് പറയാൻ സാധിക്കില്ല, അവരെ ശൂർപ്പണഖ, താടക എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ കാണിച്ച പരിപാടികളും അവരുടെ വായിൽ നിന്ന് വരുന്ന അസഭ്യ വർഷവുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ വിഷയങ്ങൾക്കൊക്കെ മുൻപ് നമ്മൾ അറിയപ്പെടാതെ, അല്ലെങ്കിൽ നമ്മൾ അധികം ആരും കാണാതെ പോയൊരു കാര്യമുണ്ട്. അതായത് ആർ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ DGPയും ഇപ്പോഴത്തെ ചാണകം മെഴുകികളുടെ ഒരു നേതാവുമായിട്ടുള്ള ആർ ശ്രീലേഖ ഒരു പരിപാടി കാണിച്ചത് വേടന്റെ പാട്ടിൽ ഇല്ലാത്ത വരി കുത്തി തിരികി ആർ ശ്രീലേഖ കൂട്ടിച്ചേർത്തത് മോദി എന്ന വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം, വേടന്റെ പാട്ട് 5 വർഷങ്ങൾക്ക് മുൻപ് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഒരു വേദിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകൾ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ വേടൻ പാടുന്നത് കപട ദേശവാദി നാട്ടിൽ പല ജാതി വ്യാധി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പാട്ടാണ്. അപ്പോൾ ആ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നൊരു പാട്ടില് ആ പാട്ട് പാടി ആ നാട്ടിലെ ആ ജനങ്ങളുടെ ആ ഒരു ഓളം കണ്ടപ്പോൾ, അല്ലെ ആ ജനങ്ങൾ ഏത് രീതിയിലാണ് ആ പാട്ടിനെ സ്വീകരിക്കുന്നതെന്ന് കണ്ടപ്പോൾ, അവിടെ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് മോദി എന്ന് പറയുന്ന ഒരു വരി വേടന പാടുന്നതിനൊപ്പം ചേർത്തത്. അപ്പൊ അങ്ങനെ ചേർത്തത് ഈ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ DGP വന്നിട്ട് പറയുകയാണ്, വേടൻ ഇങ്ങനെ ഒരു വരി ഇതിനകത്തുണ്ട്, മോദിയെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നതെന്നുള്ളത്. അപ്പൊ ഇത് പറയുന്ന രീതികളൊക്കെ വ്യത്യസ്തമാണ്. ശ്രീലേഖ ആറ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ മനസ്സിലായി, വേടന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവാർഡ് നൽകിയത് ഒരു പ്രത്യുപകാരമായിട്ടായിരുന്നു. വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന പാട്ടിലെ ചില വരികൾ ഇവരെ പുളകം കൊള്ളിച്ചതുകൊണ്ട്. മോദി കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, ഈ തലവനില്ല ആദി, നാട് ചുറ്റാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഈ 3 സ്ത്രീകൾ അവനെതിരെ പീഡനത്തിന് കൊടുത്ത കേസുകളും ഫോറസ്റ്റ് ആക്ട് പ്രകാരം എടുത്ത പുലിനഖ കേസും കഞ്ചാവ് കേസും ഒക്കെ ഫ്രീസറിലായതും ഇത് കാരണം തന്നെയാവാം. എന്തായാലും അയാളുടെ പാട്ടുകളുടെ ഗുണം കൊണ്ടൊന്നുമല്ല എന്നെല്ലാവർക്കും അറിയാം. അതിനെന്തെങ്കിലും മേന്മ വേണ്ടേ വരികൾക്ക്? ശ്രീലേഖ പറയുന്നത് വേടന്റെ വരികൾക്ക് ഒരു മേന്മയുമില്ല, അല്ലെങ്കിൽ വേടന്റെ വരികളിൽ ശുദ്ധമായിട്ടുള്ള വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത്, ശുദ്ധമായിട്ടുള്ള പോക്രിത്തരമാണ് വേടൻ പറയുന്നതെന്നാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഒരു IPS കാരിയുടെ നിലവാരം നോക്കൂ, ഇതിലും നല്ലത് PC ജോർജ് തന്നെയാണ്. പിന്നെ ഒരാൾ പറയുന്നത്, മോദി കപട ദേശവാദി, IPS ആയാൽ ഇങ്ങനെ വേണം, ധൈര്യത്തോടെ പേരെടുത്ത് പറയാൻ കഴിയണം, കൂടെ കൂടുമ്പോൾ അല്ലേ സത്യങ്ങൾ അറിയാൻ പറ്റൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് മോദി കപട ദേശീയവാദിയാണെന്ന് മുൻ IPS BJP നേതാവ് ഈ പാർട്ടിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും കമന്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതില് IPS ആയിട്ടുള്ള മുൻ DGP ആയിട്ടുള്ള ശ്രീരേഖയ്ക്ക് തന്നെ അറിയാം മോദി എന്ന് പറയുന്ന ഒരാള് കപട ദേശവാദിയാണെന്നുള്ളത്. വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്ന് വേടൻ പറയുന്നത് പോലെ തന്നെ ആ വേടൻ വാക്കെടുത്തത് കൊണ്ട് തന്നെയും വരികൾ എഴുതിയത് കൊണ്ട് തന്നെയുമാണ് അവൻ ദേശദ്രോഹിയും തീവ്രവാദിയുമായിട്ട് മാറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു വേടനെ, അങ്ങനെ ഒരു കലാകാരനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു ബോധമുണ്ട്, മച്ചമ്പി ഞങ്ങൾക്കിട്ടാണല്ലോ ഈ പണികളെല്ലാം വരുന്നത്, ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ, ഞങ്ങൾക്ക് വലിയ രീതിയിൽ പണി കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരിലുള്ള പല ആളുകളും ഈ രീതിയിലുള്ള വൃത്തികെട്ട പരാമർശവുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. വേടന്റെ ഒരു പാട്ടിൽ പോലും മോദി എന്ന് പറയുന്ന ഒരു പേര് വേടൻ പറഞ്ഞുകൊണ്ട് പാടുന്നില്ല, അല്ലെങ്കിൽ വേടന്റെ ഒരു പാട്ടിന്റെ വരികളിൽ വേടൻ മോദി എന്ന് ആവിഷ്കരിച്ചിട്ടില്ല. സന്ദർഭോചിതമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ അഭ്യർത്ഥന പ്രകാരമോ എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു വരിയിൽ വേടൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളിച്ചൊരു വരി തന്നെയാണ് 5 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു പാട്ടിനെ പറ്റി വേടൻ സ്റ്റേജിൽ പാടുമ്പോൾ മോദി കപട ദേശവാദി, നാട്ടിൽ പല ജാതി വ്യാധി എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നത്. അപ്പൊ അത് പാടിയപ്പോൾ അതില് ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാവുന്നത്. എന്തിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? മോദി എന്ന് പറയുന്ന ഒരാള് നല്ലൊരാളാണെന്നുള്ളത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മോദിയെ പറ്റിയാണ് വേടൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധവും, നിങ്ങളുടെ ഉള്ളിലുള്ള വർണ്ണബോധവും, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽ പെട്ടവന്മാർ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയും തന്നെയാണ് വരച്ചു കാണിക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വേടൻ വരച്ചു കാണിക്കുന്ന, അല്ല വേടൻ എഴുതുന്ന ഓരോ പാട്ടുകളും ഇന്നത്തെ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി അല്ല വേടൻ സംവദിക്കുന്നത്, അല്ലെങ്കിൽ വേടൻ സംസാരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. നാട്ടിൽ പല ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോഴും
വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏതൊക്കെ തലങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്നും ആ മനുഷ്യന്റെ കഴിവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ വേടൻ ഇന്നലകളിൽ നിലനിന്നിരുന്ന ഒരു കാര്യത്തെപ്പറ്റി അല്ല പറയുന്നത്, ഇന്നും നിലനിൽക്കുന്ന ഈ വൃത്തികെട്ട കാര്യങ്ങൾക്കെതിരെയാണ്. അത് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേവലം ഒരു വ്യക്തിയായിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു വ്യക്തിയായിട്ട് കാണുന്നതാണ് സംഘികളുടെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെയാണ് സംഘികൾ വേടനെതിരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്നത്. എന്നാൽ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് കേവലം ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നത്. കാരണം ആ വ്യക്തി കേരളത്തിലെ ഓരോ ജനങ്ങളുടെ ശബ്ദമാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളും പ്രതികരിക്കുന്നതാണ് വേടൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ ഉള്ളിൽ കൂടി. അതാണ് വേടൻ. ഒരു പ്രസ്ഥാനമാണ് വേടൻ. ഒരു ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡാണ് വേടൻ. ആ വേടന് ഉയർന്നു വരുന്നത് കാണുമ്പോഴുള്ള വിമുഖത, ആ വിമുഖത സഹിക്കാൻ വയ്യാതെയാണ് മുൻ DGP ആയിട്ടുള്ള ഇപ്പോഴത്തെ BJPയുടെ ഒരു നേതാവുമായിട്ടുള്ള ചാണകമിത്രം വന്നിട്ട് മെഴുകുന്നത്. ഇന്നലെ ഷിനി മധുസൂദനൻ പറഞ്ഞ വൃത്തികെട്ട പരാമർശങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്താണ്, നിങ്ങൾ കണ്ടതായിരിക്കും. അതിലൊക്കെ ഷിനിയൊക്കെ എടുത്ത് പറയുന്ന ഒരുമാതിരി തന്തയ്ക്ക് പ്രക്കാഴിയുണ്ടല്ലോ. അതായത് വേടന് അവന്റെ മാതൃത്വത്തിനെയും അവന്റെ പിതൃത്വത്തിനെയും എല്ലാം വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ കേസ് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാണിന്റെ മേൽ കയറി ഇരുന്നുകൊണ്ട് അങ്ങ് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ പുരുഷ മേധാവിത്വം മാറണം, സ്ത്രീകൾക്ക് ഒരു ആധിപത്യം വേണമെന്ന് നമ്മളെല്ലാവരും പുരോഗമന ചിന്തകളുള്ള എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴും ഈ പറയുന്ന രീതിയിൽ വേടൻ മാത്രമല്ല, ഒരു പുരുഷൻ മേൽ കയറി ഇരുന്നുകൊണ്ട് ആധിപത്യം വേണം, മേധാവിത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കൊള്ളരുതായ്മയും ചെറ്റത്തരങ്ങളും കാണിക്കാമെന്നുള്ളതല്ല അതിൽ പറയുന്നത്. അതായത് പുരുഷന്മാർക്കെതിരെ തങ്ങൾക്ക് കുറച്ച് ഈ പറയുന്ന രീതിയിൽ കുറച്ച് ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലായത് കൊണ്ടും ഒരു പെണ്ണ് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടും ആ വേടനെതിരെയും അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള പല ആണുങ്ങൾക്കെതിരെയും സ്ത്രീകളെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് പല സംഘികളും കളിക്കുന്നത്. അങ്ങനെ കളിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പം DGP പറഞ്ഞതുപോലെ 3 സ്ത്രീകൾ അവനെതിരെ പീഡനത്തിന് കേസ് കൊടുത്തിട്ടും ഫോറസ്റ്റ് ആക്ട് പ്രകാരം എടുത്ത കേസുകളും കഞ്ചാവ് കേസും എല്ലാം ഫ്രീസായി പോയതെന്നുള്ളത്. BJPയിലുള്ള നേതാക്കന്മാരൊന്നും കഞ്ചാവ് ഉപയോഗിച്ചിട്ട് കേസിൽ വന്നിട്ടില്ല അല്ലേ? BJPയിലുള്ള പല നേതാക്കന്മാരുടെ മക്കളും കഞ്ചാവ് ഉപയോഗിച്ചിട്ട് അതും കേസിൽ വന്നിട്ടില്ല. പല പെണ്ണുപിടിയന്മാരും ഉണ്ട് ഈ പറയുന്ന BJPയിൽ, അതും കേസ് വന്നിട്ടില്ല. അതൊക്കെ ഇതേ ഫ്രീസറിൽ തന്നെ വെച്ച് തണുപ്പിച്ചതാണോ ചേച്ചി? പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ട. നിങ്ങളൊരു DGP ആണ്, മുൻ DGP ആണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു DGP ആയിരുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു നാവാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലും ആ ചാണകം ഇൻജെക്ട് ചെയ്യപ്പെട്ടു. നമുക്കറിയാം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അയാളുടെ ഉള്ളിലും ചാണകത്തിൽ വീണതിന് ശേഷം അല്ലെങ്കിൽ ചാണക ഇഞ്ചക്ഷൻ കിട്ടിയതിന് ശേഷം എന്തൊക്കെയോ വല്ലാത്ത മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളിൽ കൂടിയൊക്കെ തന്നെയാണ് അയാൾ വലിയ ഒരു സവർണനാണ് അല്ലെ അവർണനാണെന്നുള്ള ചിന്താഗതി അയാൾക്ക് വന്നത്. മറ്റുള്ളവരെ എല്ലാം കാണുമ്പോൾ പുച്ഛമാണ്, കാർക്കിച്ച് തുപ്പുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ഇങ്ങനത്തെ ഒരു സമൂഹം തന്നെയാണോ ഈ പറയുന്ന സംഘിമിത്രങ്ങൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം പോലീസല്ല ആർമിയല്ല ഏതൊരു സേനയിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ ഏകപക്ഷീയമായിട്ട് സംസാരിക്കാനോ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു യുവതി, ഒരു സ്ത്രീ, ഇവർ ഈ പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനമാണ്. അവരുടെ മനസ്സിൽ തോന്നിയ, അവരുടെ മനസ്സിലേക്ക് ചാണക സംഖ്യകൾ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വേടൻ ഇവിടെ ആവശ്യമില്ല. വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി അത് മോദിക്കെതിരെ സംസാരിച്ചവനായതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരാള് ഇവിടെ ഒരിക്കലും വളർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് ശ്രീലേഖ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അതായത് പകല് പോലെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധം എന്ന് പറയുന്നത്. അപ്പൊ വേടന്റെ ഈ ഒരു പാട്ടില്, അതായത് കപട ദേശവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീലേഖ മെഴുകാൻ ശ്രമിക്കുന്ന ഈ ഒരു പാട്ടിലെ വരികൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ പറയുന്നത് അല്ല അല്ല അല്ലലില്ല നാളതില്ല, ഇല്ല ഇല്ല വേടൻ ഇല്ലാ കഥ പറയുകയില്ല, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, കൂറ് കട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും, പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും, പേറ്റുനോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറയ്ക്കും, കൊടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ, അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ, അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ടിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ പാടുന്നത്. അതില് കപട ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി,
തലവനില്ല ആദ്യ നാട് ചുറ്റിടാൻ, നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ആ ഒരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ ഈ ഒരു വരികളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലൊന്നും മോദി എന്ന് പറയുന്നൊരു പരാമർശമില്ല. ബാക്കി വീണ്ടും പറയുന്നത്, എഴുതിയ വരിയിലധിക പകുതിയും ഞാൻ ഏറ്റ ചതി, കനൽ ഒരു തരി മതി, ഒരു തരി മതി തരിമതി എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നത്, നീർനിലങ്ങളിൽ അടിമയാരുടമയാരെ, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനി തലകൾ താണും ഇനിയും എത്ര നാള്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെവിടെയാണ് മോദി എന്നുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത്? ഇത് ശരിക്കും ശ്രീലേഖയ്ക്ക് തോന്നിയ ഒരു ചിന്താഗതിയാണ്. മോദി ഈ കാട് കട്ടവനാണെന്നും കൂറില്ലാത്തവനാണെന്നും ഈ ദേശം ഇങ്ങനെ ചുറ്റുന്ന ഒരു ദേശദ്രോഹിയാണെന്നും ഒക്കെ ശ്രീലേഖയ്ക്ക് തോന്നിയത് കൊണ്ടാണ് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അത് കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും എല്ലാവരെയും കുറ്റം പറയുന്ന രീതിയിലേക്ക് വളച്ചൊടിച്ചത്. അപ്പോൾ ഇവരുടെ തന്നെ ഉള്ളിലുണ്ട്, അതായത് ഈ മോദിയെ കുറ്റം പറയുന്നവനാണ് വേടൻ എന്നുള്ളൊരു ചിന്താഗതി. ഒരിടത്തും വേടൻ മോദിയെ കുറ്റം പറയുന്നില്ല. വേടൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും വേടൻ ശക്തമായി എതിർക്കുകയാണ്. വേടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്, ഞാൻ ആ രാഷ്ട്രീയത്തിൽ നിന്നേ കളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ രാഷ്ട്രീയത്തിൽ നിന്നേ സംസാരിക്കുകയുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഇനിയും പോരാടും, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ല ഞാനെന്നാണ് വേടൻ പറഞ്ഞത്. അങ്ങനെ ആക്കാനും ആരും ശ്രമിക്കേണ്ട എന്നുള്ളൊരു താക്കീതും വേടൻ വെക്കുന്നുണ്ട്. അങ്ങനെ സ്വതന്ത്രനായിട്ടുള്ള ഒരു കലയായിട്ട് റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ ഏറ്റെടുത്തുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഈ രീതിയിലേക്കൊക്കെ ആഴ്ന്നിറങ്ങുന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരും വേടൻ. ആ വേടനെതിരെ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഈ അക്രമങ്ങളൊക്കെ വരുന്ന ഞങ്ങൾ സഹിക്കാൻ പറ്റുക? കഴിഞ്ഞ ദിവസം പ്രിയങ്ക എന്ന് പറയുന്നൊരു നടി വേടനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരാളെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കും? ഒരു തവണ ചെയ്യാൻ പറ്റും അല്ലേ? വീണ്ടും ചെയ്യാൻ പറ്റുമോ? വീണ്ടും എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരിക്കലുമില്ല. പുള്ളിക്കാരി സ്ത്രീയാണ്, പുള്ളിക്കാരിയാണ് പറയുന്നത്. അതായത് ഒരു തവണ ചെയ്യുന്നതിനെ ബലാത്സംഗം എന്നും, എന്നാൽ പിന്നീട് അതിനുശേഷം ഒന്നിലധികം തവണ ചെയ്യുന്നതിനെ അത് സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അതൊരു ബലാത്സംഗം എന്നുള്ളൊരു പേരിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രിയങ്ക എന്ന് പറയുന്ന നടി പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അതായത് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു, തന്നെ ശാരീരികമായിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്നൊരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് ഒരു റോങ് ആയിട്ടൊരു ടച്ച് വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അവർക്ക് ആണുങ്ങളെ പോലെയല്ല, വലിയ രീതിയിൽ സിക്സ്ത് സെൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർ എപ്പോഴും ബോധേഡായിരിക്കും അവരുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ഞാൻ ഉറക്കമായിരുന്നു സാറേ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ചരിത്രം DGP ഒന്ന് പറയണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഏകപക്ഷീയമായിട്ട് ആരുടെയോ അടിമയായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു DGP ആയിരുന്നു ഇത്രയും നാളും നമുക്കുണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ഇവരന്വേഷിച്ചിട്ടുള്ള കേസുകളൊക്കെ ഏതൊക്കെ രീതിയിൽ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതും ഏതൊക്കെ രീതിയിൽ മെഴുകലുകൾ നടന്നിട്ടുണ്ടെന്നുള്ളതുമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണല്ലേ ഒരു കലാകാരൻ, വെറും 27 അല്ലെ 28 വയസ്സ് മാത്രമുള്ള ഒരു കലാകാരൻ, ഒരു പയ്യൻ, അവ ഉയർന്നു വരുമ്പോൾ അവനെ സമൂഹത്തിൽ ആരുടെയും മുൻപിൽ നല്ല രീതിയിൽ വരച്ച് കാണിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ധാർഷ്ട്യം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട്, തന്തയ്ക്ക് പുറക്കാഴി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് എടുത്തു പറയേണ്ട പേര് സംഘികൾ തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിങ്ങൾക്ക് കുരു പൊട്ടിയാലും ഞാൻ ആ പേര് തന്നെ പറയും. അങ്ങനത്തെ വൃത്തികേടും നെറികേടും കാണിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേര് ജനങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ഈ പറയുന്ന മുഖംമൂടി ഒരു നാൾ വലിച്ചു കീറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.